ചെന്നൈയിലും HMPV സ്ഥിരീകരിച്ചു. 2 കുട്ടികൾക്കാണ് രോഗം കണ്ടെത്തിയത്. തേനാംപെട്ട്, ഗിണ്ടി എന്നിവിടങ്ങളിലാണ് രോഗബാധ. രാജ്യത്ത് 5 പേർക്ക് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചു. ബംഗളൂരുവിൽ 8ഉം 3ഉം മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കും ഗുജറാത്തിലെ അഹമ്മദാബാദിൽ 2 മാസം പ്രായമുള്ള കുട്ടിക്കുമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. റഹീസ്, ഇപ്പോൾ ഈ രോഗം സ്ഥിരീകരിച്ചതെല്ലാം കുട്ടികൾക്കാണ്. ഈ പനി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും രോഗലക്ഷണവുമായി എത്തിയവരുടെ പരിശോധനയിലാണോ ഈ HMPV സ്ഥിരീകരിക്കുന്നത്? ചെന്നൈയിലും HMPV രോഗബാധ സ്ഥിരീകരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. 2 കുട്ടികൾക്കാണ് ചെന്നൈയിൽ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മുമ്പ് ബംഗളൂരുവിലും 2 കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഒപ്പം അഹമ്മദാബാദിലും ഒരു കുട്ടിക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട്. റഹീസ്, ഇപ്പോൾ ഈ രോഗം സ്ഥിരീകരിച്ചത് എല്ലാം കുട്ടികൾക്കാണ്. ഈ പനിയോ അല്ലെങ്കിൽ മറ്റ് രോഗലക്ഷണങ്ങളുമായി എത്തിയ കുട്ടികളിലെ പരിശോധനയിലാണോ HMPVയുടെ സ്ഥിരീകരണം? ഗോകുൽ, തീർച്ചയായിട്ടും ഈ പനിയുമായി എത്തി പരിശോധന നടത്തിയവരിലാണ് ഇപ്പോൾ HMPV രോഗം കണ്ടെത്തിയിരിക്കുന്നത്, വൈറസ് ബാധ കണ്ടെത്തിയിരിക്കുന്നത്. ചെന്നൈയിൽ ഇപ്പോൾ 2 പേർക്കാണ് ഇത്തരത്തിൽ രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതൊന്ന് തേനംപേട്ടിലാണ്. തേനംപേട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ അവിടെ പനി ബാധിച്ച് ചികിത്സയിലെത്തിയ കുട്ടി, ആ കുട്ടിക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖമുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പനി ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ HMP വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഗിണ്ടിയിലും ഇത്തരത്തിൽ ഒരു കുട്ടിക്ക് HMP വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ 2 കേസുകളും സർക്കാർ ഒഫീഷ്യലായി ഈ HMP ബാധയാണ് എന്നുള്ളത് സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവരുടെ ഇത്തരത്തിലുള്ള ശവപരിശോധന നടക്കും. അത് പുനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലാവാം നടക്കുന്നത്. അവിടെ നിന്നും കൃത്യമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ലഭിച്ചാൽ മാത്രമേ ഇത് ചൈനയിൽ പടരുന്ന വൈറസിന്റെ അതേ വകഭേദമാണോ എന്നുള്ളത്. ഒരു കാര്യം കൂടിയുള്ളത്, ഈ കുട്ടികളാണ്. ഇവർക്ക് ആർക്കും എവിടേക്കെങ്കിലും രാജ്യത്തിന് പുറത്ത് യാത്ര ചെയ്ത പശ്ചാത്തലമൊന്നും ഇല്ല എന്നതും ഇതിന്റെ ഉറവിടം എവിടെയെന്നത് കണ്ടെത്തുക കൂടുതൽ സങ്കീർണമാക്കുകയാണല്ലോ. ഗോകുൽ, ഇക്കാര്യം ഡോക്ടർമാരുമായി സംസാരിക്കുമ്പോൾ 2 തരത്തിലാണ് സംശയം പറയുന്നത്. ഒന്നെങ്കിൽ ഈ HMP ബാധ സാധാരണ ഗതിയിൽ കാണുന്ന തരത്തിലാണ് ഉണ്ടാവുക. അത് ഇനി കൃത്യമായ പരിശോധന നടത്തി ഒരു വ്യക്തത വന്നാൽ മാത്രമേ ചൈനയിൽ പടരുന്ന തരത്തിലുള്ള ഒരു വ്യാപനമാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതാണ് ഒന്നാമത് ആയിട്ടൊരു സംശയം പറയുന്നത്. HMPV ബാധ എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും ഈ വൈറസിന്റെ കുറച്ചുകൂടി കടുത്ത വെർഷൻ ആയിട്ടുള്ള ആ ഒരു വൈറസ്, അതിന്റെ ഒരു ബാധയാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ചൈനയിൽ ഉണ്ടായ അതേ വ്യാപനത്തിന്റെ ആ മ്യൂട്ടേഷൻ തന്നെയാണോ എന്നുള്ളത് ഇപ്പോഴും ഉറപ്പിച്ചിട്ടില്ല. 2, ഈ കുട്ടികളെ മറ്റാരെങ്കിലും കാണാൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിൽ പുറത്തു നിന്ന് എത്തിയ ആർക്കെങ്കിലും ഈ വൈറസ് ബാധ ഉണ്ടാവുകയും അവർക്കത് പ്രകടമാകാതിരിക്കുകയും പിന്നീട് കുട്ടികളിലേക്ക് പടരുകയും ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഇതിന് കൃത്യമായ ഉറവിടം ഉണ്ടോ, ഈ പ്രദേശങ്ങളിൽ ഒക്കെ ഇത് വ്യാപനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും ഇഘട്ടത്തിൽ പരിശോധിക്കുന്നുണ്ട്. നിലവിൽ അത്ര കണ്ട് ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ല. എന്നാലും കൃത്യമായ ജാഗ്രത പാലിക്കണമെന്ന് ഓരോ സംസ്ഥാനങ്ങളിലെ ആരോഗ്യവകുപ്പും ഇതുവരെ ഇന്ത്യയിൽ 5 പേർക്ക്, അത് കുട്ടികൾക്കാണ് ഈ HMPV സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇവരുടെ ഒന്നും ആരോഗ്യനില അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ ഇതിന്റെ ഉറവിടം എവിടെ അല്ലെങ്കിൽ എങ്ങനെയാണ് രോഗബാധ ഉണ്ടായെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുകയാണ്.